അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോര് തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. എന്നാൽ 2026 ജനുവരിയിൽ ശനിയാഴ്ച പുറത്തു വരുന്ന വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ പണ്ടേയുള്ളൊരു ശൈലിയാണ്. അതിനവർ കണ്ടെത്തുന്ന വഴികളെന്ന് പറയുന്നത് പലപ്പോഴും ആ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ ആളിക്കത്തിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഇറാനിലും സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ഇറാനിലെ ജനങ്ങൾക്കിടയിലും ചില അസ്വസ്ഥതകളും അതുപോലെ അശാന്തികളും പ്രതിഷേധങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അത് ഉപയോഗിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നോക്കുക കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് തന്നെ അമേരിക്ക വർഷങ്ങളായി ഇറാനുമേൽ അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങൾ തന്നെയാണ്. സാധാരണക്കാരായ ഇറാനികളുടെ ജീവിതം ദുസ്സഹമാക്കുകയും അവരുടെ കറൻസിയുടെ മൂല്യം തകർക്കുകയും അമേരിക്കയുടെ ആസൂത്രിതമായ സാമ്പത്തിക യുദ്ധം കൂടിയായിരുന്നു അത്. എന്നിട്ടിപ്പോൾ ആ ജനതയെ സഹായിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് ലോക ജനതയ്ക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഇറാനിലെ ആഭ്യന്തര അശാന്തിയുടെ 3ാം ആഴ്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വലിയ വീമ്പ് പറച്ചിലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ജനങ്ങളെ തങ്ങൾ രക്ഷിക്കുമെന്നും അവർക്ക് വേണ്ടി തങ്ങൾ തടഞ്ഞു നിൽക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലേക്ക് ഒളിഞ്ഞിരിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യാവകാശങ്ങളുടെ പേര് പറഞ്ഞ് ഇറാനിലേക്ക് ഒരു സൈനിക ഇടപെടൽ നടത്താനാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അമേരിക്കൻ ജനറൽമാർ ഇപ്പോൾ തന്നെ ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണത്തിനുള്ള രൂപരേഖകൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നോക്കുന്നത് അമേരിക്കയുടെ പഴയ ചെന്നായ നയം തന്നെയാണ്. 2025 ഡിസംബറിൽ തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധികളെ ഇത്രത്തോളം രൂക്ഷമാക്കിയത് അമേരിക്ക തന്നെയാണെന്ന സത്യം ഇവർ ബോധപൂർവം മറച്ചു പിടിക്കുന്നു. ഇറാന്റെ ഇന്ധന സമ്പത്തിലും ആ തന്ത്രപ്രധാനമായ ഭൂപ്രദേശത്തും ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം. വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചകൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കാണ്. കരസേനയെ ഇറക്കാതെ തന്നെ വായുമാർഗത്തിലൂടെ മിസൈലുകളും ബോംബേറുകളും ഉപയോഗിച്ച് ഇറാന്റെ നട്ടിലൊടിക്കാനാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡ് സെന്ററുകളുടെയും അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പ്ലാൻ. ഇതിനു മുമ്പും അമേരിക്ക ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് 2025 ജൂണിൽ ഫോർഡോയിൽ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയ ബാങ്കർ ബ്ലാസ്റ്റർ ആക്രമണങ്ങൾ തന്നെ ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് ഇറാൻ തകരുമെന്ന് വിചാരിക്കുന്നത് അമേരിക്കയുടെ വലിയൊരു വിഡ്ഢിത്തമാണ്, മൂഢത്തം മാത്രമാണ്. കാരണം ഇത് പഴയ ഇറാൻ അല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിൽ ഒരു തുള്ളി ചോര വീഴ്ത്താൻ വരുന്നവരെ അതേ നാണയത്തിൽ നേരിടാൻ ടെഹ്റാൻ ഇന്ന് സജ്ജമാണെന്ന് കൂടി അമേരിക്ക മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനികത്തിനേക്കാൾ വലിയ ചങ്കുറ്റമുള്ള ഒരു വലിയ ജനത അവിടെയുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് മറന്നു പോകരുത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകളിൽ നിന്നും തന്നെ അത് വ്യക്തവുമാണ്. അമേരിക്കയുടേത് ഇറാനികളുടെ രക്തം പുരണ്ട കൈകളാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. 1980കളിൽ സദ്ദാം ഹുസൈനെ മുൻനിർത്തി അമേരിക്ക നടത്തിയ 8 വർഷം നീണ്ട യുദ്ധത്തെ അതിജീവിച്ച പാരമ്പര്യമാണ് ഇറാന്റേത്. അന്ന് ഇറാൻ ഇന്നത്തെ അത്രയും ശക്തമായിരുന്നില്ല എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ടും അവർ പിടിച്ചു നിന്നു, തടഞ്ഞു നിർത്തി. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുകയാണ്. ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഏതൊരു വൻ ശക്തിയും വിറപ്പിക്കാൻ പോകുന്നത് കൂടിയാണ്. ആകാശത്ത് ബോംബേറുകൾ വിട്ടതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ബോംബുകൾ വാരിയെറിഞ്ഞതുകൊണ്ട് മാത്രം ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കണം. യുദ്ധത്തിന്റെ കരുതൽ ഇറാനുമേൽ വീഴ്ത്തി അവിടുത്തെ എണ്ണ സമ്പത്തുകൾ കൊള്ളയടിക്കാമെന്ന് മോഹിക്കുന്നത് വെറുതെയാണ്. അത് വ്യാമോഹം മാത്രമാണ്. എപ്പോഴും ഈ പറഞ്ഞ ദിവാസ്വപ്നങ്ങൾ മാത്രമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനമായ F-35 ലൈറ്റ്നിങ് വിമാനങ്ങളും അതുപോലെ B-2 ബോംബറുകളും ഇറാൻ ആകാശത്ത് കടന്നാൽ പടക്കങ്ങൾ പോലെ പൊട്ടിത്തീരുമെന്ന് പറഞ്ഞാൽ പലർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ. എന്നാൽ അതാണ് യഥാർത്ഥ കാര്യവും. റഷ്യയുടെ ലോക പ്രശസ്തമായ S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇത് കേട്ടുകൊള്ളുക. എന്നാൽ അതിനേക്കാളൊക്കെ മികച്ച രീതിയിലാണ് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ് ബാവർ 373 എന്നത്. അതായത് എടുത്തു പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുടെ ലോക പ്രശസ്തമായ S-400 മിസൈൽ എന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള ശക്തിയുള്ളതാണ് ബാവർ 373 എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ വർഷങ്ങളോളം ഇറാന് ഉപരോധങ്ങളിൽ തളച്ചിട്ടിട്ടും സ്വന്തം ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അവർ നിർമ്മിച്ചെടുത്ത ഈ പ്രതിരോധ മതിൽ ഇന്ന് അമേരിക്കൻ ജനറൽമാരുടെ ഉറക്കം കെടുത്തുകയാണ്. ബാവർ 373 കേവലം ഒരു മിസൈൽ സിസ്റ്റം മാത്രമല്ല,
മറിച്ച് സാമ്രാജ്യത്തോടുള്ള ഇറാന്റെ വെല്ലുവിളി കൂടിയാണ്. 450 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ കണ്ടെത്താനും 300 കിലോമീറ്ററിൽ വെച്ച് തന്നെ തകർക്കാനും ഇതിന് സാധിക്കുകയും ചെയ്യും. അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും ലോക്ക് ചെയ്യാൻ ഇതിന്റെ അത്യാധുനിക റഡാറുകൾക്ക് സാധിക്കുകയും ചെയ്യും. അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നതിന്റെ ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഉത്തരം എന്നത് ബാവർ 373 എന്നതുകൊണ്ട് തന്നെയാണ്. ഒരേ സമയം 100ഓളം ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും അതിലേറ്റവും അപകടകാരികളായ 6 എണ്ണത്തിനെ ഒരേ സമയം ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനും ഈ സംവിധാനത്തിന് വലിയ ശേഷിയുണ്ട്. സവാദ് 4B എന്ന മിസൈലുകൾ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് ശത്രുവിനെ തേടി പാഞ്ഞെടുക്കുന്നത്. ശത്രു കണ്ണുമിഴിച്ച് നിൽക്കുമ്പോഴത്തേക്കും ശത്രുവിന്റെ നെഞ്ചാംകൂടം തകർത്തുകൊണ്ടത് പാഞ്ഞു പോയിട്ടുമുണ്ടാകും. അത്രത്തോളം ശക്തിയുള്ളതാണ് ഇതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അമേരിക്ക എത്രയൊക്കെ പ്ലാൻ ഇട്ടാലും ഇറാന്റെ ആകാശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. റഷ്യയിൽ നിന്ന് S-300 വാങ്ങാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ അമേരിക്ക ആവുന്നത്ര ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ ഫലമായി ഇറാൻ അതിലും കരുത്തുള്ള മറ്റൊരു സംവിധാനം സ്വയം നിർമ്മിച്ചു എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് അമേരിക്ക കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്, വെല്ലുവിളിയാണ്. ഉപരോധങ്ങൾ ഒരു രാജ്യത്തേക്ക് തകർക്കാനല്ല, മറിച്ച് അവരെ സ്വയം പര്യാപ്തനാക്കാനാണ് സഹായിച്ചത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണത്. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 65ഓളം പേർ കൊല്ലപ്പെട്ടെന്ന കണക്കുകൾ ഉയർത്തിപ്പിടിച്ചാണ് അമേരിക്ക സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് സമാധാനമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ലെബനിലും സിറിയയിലും ഇറാഖിലും അമേരിക്ക കാട്ടിയ സമാധാന ശ്രമങ്ങൾ എന്താണെന്ന് ലോകം കണ്ടതാണ്. അവിടേക്ക് ജനാധിപത്യം കൊണ്ടുവരാൻ പോയ അമേരിക്ക ബാക്കിയാക്കിയത് തകർന്നടിഞ്ഞ നഗരങ്ങളും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയുമാണ്. ഇറാനെയും അത്തരത്തിലുള്ള ഒരു ശ്മശാനമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കമെന്നതും എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇറാൻ ഒരു പടക്കുതിരയാണ്. അവിടെ അതിന് മൂക്കുകയറിടാൻ ആരും ഇതുവരെ വിജയിച്ചിട്ടുമില്ല. സൈനികമായ ഓരോ നീക്കത്തെയും രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഇറാൻ ജനത ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അമേരിക്കൻ ജനത തന്നെ ഒരു യുദ്ധത്തിന് അനുകൂലമല്ലെങ്കിലും തന്റെ അധികാരം ഉറപ്പിക്കാൻ ട്രംപ് ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുക കൂടിയാണെന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ ഇന്ന് ലോകത്തിന് തന്നെ സൈനിക കരുത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. അവരുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈൽ കരുത്തും റഷ്യ പോലും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യം കൂടിയാണ്. റഷ്യയുടെ അവംഗാർഡ് മിസൈലുകളും പുടിന്റെ മാസ്റ്റർ പ്ലാനുകളെ കുറിച്ചുള്ള നമ്മൾ കേൾക്കാറുമുള്ളതാണ്, അറിഞ്ഞിട്ടുമുള്ളതാണ്. അത് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ഇതേപോലെ തന്നെ ഇറാന്റെ പ്രതിരോധവും പടിഞ്ഞാറൻ ശക്തികളെ സംബന്ധിച്ച് വലിയൊരു തലവേദന കൂടിയാണ്. ഇറാനിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. എന്നാൽ അതിന് പകരം കൂടുതൽ ഭീഷണിപ്പെടുത്താനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യം കൂടിയാണെന്ന് ട്രംപ് മനസ്സിലാക്കണം. തന്ത്രപരമായ ക്ഷമയുടെ കാലം കഴിഞ്ഞുവെന്ന് ഇറാൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഒരു ചെറിയ പ്രകോപനം പോലും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചേക്കാം എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങിക്കൊടുക്കാത്ത ഉത്തര കൊറിയയും ക്യൂബയും പോലെ ഇറാനും എന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുക തന്നെ ചെയ്യും. ഇറാൻ മണ്ണിൽ ചോര വീഴ്ത്താൻ വരുന്നവർക്ക് അവരുടെ ചോര കൊണ്ടുപോകാൻ തന്നെ മറുപടി നൽകാൻ ടെഹ്റാൻ പ്രാപ്തമാണെന്ന് വെറുമൊരു വാക്കുകളല്ല. അതായത് ഇറാന്റെ ഓരോ പൗരന്റെയും ചോര വീഴ്ത്താൻ വരുന്നവർക്ക് അവരുടെ ചോര കൊണ്ട് തന്നെ മറുപടി നൽകുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ബാബർ 373 പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മണ്ണിൽ കാവലിനായി നിൽപ്പുണ്ട്. ഓരോ തരിമണ്ണും സംരക്ഷിക്കാൻ ഇറാനിയൻ ജനത സജ്ജമായി തന്നെ നിൽക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങളെ അതിജീവിച്ച് ഇറാൻ തലയോർത്തി തന്നെ നിൽക്കുകയും ചെയ്യും. ചങ്കുറപ്പുള്ള ഒരു ജനതയെ ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന സന്ദേശമാണ് ഇറാൻ എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത്. അമേരിക്കയുടെ യുദ്ധവലയിൽ ഇറാൻ കൊടുങ്ങുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. ആ ആകാശത്ത് വിരിയുന്ന തീപ്പൊരികൾ അമേരിക്കയുടെ അന്ത്യത്തിന്റെ തുടക്കമാകുമോ എന്ന് കൂടി കാലം തെളിയിക്കും. ഈ സംഘർഷം ആത്യന്തികമായി ലോക സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഓരോ രാജ്യവും ഉള്ളത്. ഇറാൻ എന്ന ശക്തിയെ കുറച്ചു കാണുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല. വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും വരുന്ന വാർത്തകൾ ലോകത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നവ കൂടിയായിരിക്കും. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ എന്ന പോരാളി വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളത്.